കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്ന ഈ ചെറിയ ചെറിയ ബോക്സുകൾ, ഈ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ ചെറിയുള്ള ബോക്സുകളിലാണ് അതിന്റെ ആ ബേസ് ഇഫക്റ്റ് ലോ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത്. ഇതിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഡയഫ്രം ആയിരിക്കും. ഈ സറൗണ്ട് കോണിന്റെ ടെൻഷൻ പോലെ അതിന്റെ ബേസ് റെസ്പോൺസ് ഉണ്ടാവുക. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാസീവ് റേഡിയേറ്റർ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചാണ്. ഈ പാസീവ് റേഡിയേറ്റർ എന്ന് പറഞ്ഞാല് എന്താണെന്ന് അറിയോ? ഈ പാസീവ് റേഡിയേറ്റർ എന്ന സാധനം നിങ്ങൾ ആദ്യം ഇതിനു മുമ്പ് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ പാസീവ് റേഡിയേറ്റർ എന്താണെന്ന് പറഞ്ഞാൽ അതായത് മാഗ്നറ്റും കോയിലും സ്പൈഡറും ഒന്നും ഇല്ലാത്ത ഒരു ഡ്രൈവർ, ഒരു കോൺ. ഡ്രൈവർ എന്ന് പറഞ്ഞാല് നമ്മളെ വൂഫർ, സ്പീക്കർ, അതായത് വൂഫർ. ഈ വൂഫർ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഫ്രെയിമിനകത്ത് ഒരു കോണ്, അതായത് കോൺ ഉണ്ടാവും, കോൺ പേപ്പർ ഉണ്ടാവും, അതിനൊരു സറൗണ്ട് ഉണ്ടാവും, അതിന് ഒരു സ്പൈഡർ ഉണ്ടാവും, അതിനൊരു വോയിസ് കോയിൽ ഉണ്ടാവും, ഒരു മാഗ്നറ്റ് ഉണ്ടാവും, പെർമനന്റ് മാഗ്നറ്റ്. അതാണ് നമ്മൾ വൂഫർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോണിന് മുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കോയിലാണ് ഈ സ്പൈഡറിന്റെയും ഈ കോണിന്റെയും സഹായത്തിൽ ഈ പിസ്റ്റൺ പോലെ മേലോട്ടും താഴോട്ടും ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഉള്ളോട്ട് കാത്തേക്കും. ഇപ്പൊ ബോക്സിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആ കോയിൽ ഇങ്ങനെ മൂവ് ആവുന്നത്, നടു സെൻട്രലിലുള്ള ആ കോറിന്റെ ഉള്ളിൽ കൂടി മൂവ് ആവുന്നത്. അങ്ങനെ മൂവ് ആവുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ എയർ, ആ വേരിയേഷൻ, അത് അതിനുള്ളിൽ റൂമിനുള്ളിൽ ഒരു പ്രഷർ ഉണ്ടാക്കും. പ്രഷർ എന്ന് പറഞ്ഞാൽ ആ റൂമിനുള്ളിൽ എന്ന് പറയുന്നത് ബോക്സിനുള്ളിൽ, ആ ബോക്സിന്റെ ആ റൂമിനുള്ളിൽ, അതായത് ബോക്സിനുള്ളിൽ. അപ്പൊ പാസീവ് റേഡിയേറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രൈവറിന് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് ഈ പാസീവ് റേഡിയേറ്റർ വർക്ക് ചെയ്യുക. നമ്മളിപ്പോ ഒരു ബോക്സ് വൂഫറൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളത് ഇൻഫേസിലാണ് കൊടുക്കുക. അതായത് ഒരു പേപ്പർ, ഈ ഒരു വൂഫർ മുന്നോട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റേ വൂഫറും മുന്നോട്ട് തന്നെ വർക്ക് ചെയ്യണം. അപ്പോ ഈ പാസീവ് റേഡിയേറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു വൂഫർ മുന്നോട്ട് വർക്ക് ചെയ്യുമ്പോൾ പാസീവ് റേഡിയേറ്റർ ബാക്കോട്ട് വർക്ക് ചെയ്യും. അത് ബാക്കോട്ട് വരുമ്പോൾ അതും ബാക്കോട്ട് പോകും. അതായത് അതായത് ഇത് ബാക്കോട്ട് പോകുമ്പോൾ അതും ബാക്കോട്ട് തന്നെ വരണം. അതായത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ബാക്കോട്ട് എന്ന് പറയുന്ന അല്ല ഉദ്ദേശം. അതായത് രണ്ടും രണ്ട് ഭാഗത്തേക്ക് എന്ന ഉദ്ദേശം. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ബാക്കോട്ട് ആകുമ്പോൾ ഔട്ട് ഓഫ് ഫേസ് അല്ല, അത് രണ്ട് ഭാഗത്ത് വെച്ച് ഇൻ ഫേസ് ആയിട്ട് പാസീവ് റേഡിയേറ്റർ മനസ്സിൽ കാണുക. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഡ്രൈവർ, അതായത് വൂഫർ, ഒരു ബോക്സിനുള്ളിൽ ഒരു വൂഫറും ഒരു പാസീവ് റേഡിയേറ്റർ ഉണ്ട്. ഇത് ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ അത് ഇൻഫേസ് ആണ്. അങ്ങനെ ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം എയർ പ്രഷർ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോ സക്ക് ചെയ്യും. ഇവിടെ നിങ്ങോട്ട് പേപ്പർ മൂവ് ആകുമ്പോൾ ഇതിനോട് സക്ക് ചെയ്യും. അപ്പോ ആ ഒരു ഡയഫ്രം ബാക്കോട്ട് വർക്ക് ചെയ്യും. അതായത് ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വർക്ക് ചെയ്യും. വൂഫറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലൂടൂത്തിലൊക്കെ വരുന്ന ടൈപ്പ് വൂഫറാണ്. ബ്ലൂടൂത്ത് ചെറിയ ബോക്സുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ വരുന്ന ടൈപ്പ് വൂഫറുകളാണ്. അപ്പൊ ഇത് ഈ വൂഫറിന്റെ വർക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇതിന്റെ കോയിലിലേക്ക് ഒരു ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ ഉള്ളിലുള്ള കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ അത് അതിന്റെ കോറിനകത്തേക്ക് അട്രാക്ട് ആവും, അല്ലെങ്കിൽ ആ കോറിനെതിരെ റിപ്പൽ ആവും. അപ്പൊ അങ്ങനെയാണ് ഈ കോൺ മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഒരു HUV എന്ന് പറയുന്ന ഒരു മോഡലിലെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിന്റെ പാസീവ് റേഡിയേറ്റർ. ഈ കാണുന്നതാണ് ഇതിന്റെ റേഡിയേറ്റർ. ഇതാണ് ഇതിന്റെ വൂഫർ, ഇതിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങോട്ട് തള്ളുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകും. അപ്പൊ ഞാനിതിപ്പോ മുന്നോട്ട് തള്ളുമ്പോൾ അത് അതിന്റെ എതിരായിട്ട് മയ്യോട്ട് പോകുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. അതേപോലെ തന്നെ ഇതിപ്പോ ഞാൻ ഈ റേഡിയേറ്റർ മുന്നോട്ട് ഇങ്ങനെ തള്ളുമ്പോൾ ആ വൂഫറും മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആ എയർ പ്രഷറിന്റെ അകത്ത് ആ ഡയഫ്രം കിടന്ന് വർക്ക് ചെയ്യുന്ന രീതി. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പാസീവ് റേഡിയേറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഇംബെക്സ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പാസീവ് റേഡിയേറ്റർ ആണ്. കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്ന ഈ ചെറിയ ചെറിയ ബോക്സുകൾ, ഈ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ ചെറിയുള്ള ബോക്സുകളിലാണ് അതിന്റെ ആ ബേസ് ഇഫക്റ്റ് ലോ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത്. ഇതിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഡയഫ്രം ആയിരിക്കും. ഈ സറൗണ്ട് കോണിന്റെ ടെൻഷൻ പോലെ അതിന്റെ ബേസ് റെസ്പോൺസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പാസീവ് റേഡിയേറ്ററിന്റെ വർക്കിംഗ് ഒരു ലോ ഫ്രീക്വൻസി മ്യൂസിക് ഇട്ടിട്ട് ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഡെമോ വീഡിയോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ബേസ് റെസ്പോൺസ്, അത് ഇയർഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ആ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഫ്രീക്വൻസി റെസ്പോൺസ് ശരിക്കും അറിയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സബ് വൂഫറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാനുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഈ ഫ്രീക്വൻസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് തരം ഫ്രീക്വൻസി നിങ്ങൾക്ക് ആ സമയത്ത് ആവശ്യമുണ്ടെന്ന് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വെറുതെ ഒരു ബോക്സ് അടിച്ചിട്ട് ആരും സബ് വൂഫർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അറിഞ്ഞും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന്റെ റെസ്പോൺസ് ശരിക്കും അറിഞ്ഞ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിയാൽ മതി. JBL വാങ്ങുമ്പോൾ നമ്മൾ വർക്കിംഗ് അറിയാം, നമുക്ക് അതിന്റെ സ്വഭാവം അറിയാം. സോണിയ മറ്റൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ സ്വഭാവം അറിയാം. ഇംബെക്സ് വാങ്ങുമ്പോൾ ഇംബെക്സിന്റെ സ്വഭാവം അറിഞ്ഞ് തന്നെ വാങ്ങണം. ഇംബെക്സ് വാങ്ങിയിട്ട് അതായത് JBLന്റെ വർക്കിംഗ് ഇല്ലാന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ JBL വാങ്ങിയിട്ട് ഇംബെക്സിന്റെ വർക്കിംഗ് ഇല്ലാന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫോമൻസ് കിട്ടുന്ന സാധനം വാങ്ങുന്നതിലാണ് നിങ്ങളുടെ കഴിവ്.
അപ്പൊ നമ്മളുടെ ചാനലിൽ നമ്മളിങ്ങനത്തെ ഈ പാസീവ് റേഡിയേറ്റർ വീട്ടിൽ വെച്ചുണ്ടാകുക, അതായത് ഹോം മെയ്ഡ് പാസീവ് റേഡിയേറ്റർ, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളെ ചാനലിൽ നമുക്ക് പല തരത്തിലുള്ള റേഡിയേറ്റേഴ്സ്, അതായത് ഇപ്പൊ ചെറുതാണ്, കുറച്ച് വലുതും കുറച്ച് ചെറുതും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പാസീവ് റേഡിയേറ്ററിനെ പറ്റി പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കാനോ അറിയാനോ താല്പര്യമുള്ളവർ കമന്റ് ചെയ്താൽ അതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാം. ഇപ്പൊ ഏകദേശം ഒരു ഹിന്റ് എനിക്ക് തോന്നിയുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ പറ്റിയില്ല. അപ്പൊ ഇതിന്റെ ആ വർക്കിംഗ് വീഡിയോ താല്പര്യമുള്ളവർ കാണാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എന്റെ ഈ JBL ആ പേപ്പർ കീറുന്ന വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ കീറുന്ന വ്യൂഫർ വലിച്ചു കീറുന്ന വീഡിയോ തന്നെയാണ്. അത് അതിനകത്തുള്ള ഡയലോഗും മറ്റതൊക്കെ അതിനോടനുബന്ധിച്ച് സമയത്ത് പറഞ്ഞെന്നുള്ളൂ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി ആ മൂഡിൽ തന്നെ അത് കാണാം. അത് കാണുമ്പോൾ പലർക്കും ചിലപ്പോൾ വിഷമം ഉണ്ടാവും, മറ്റുള്ളവർ അത് അങ്ങനെ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു അറിയാത്ത ഒരാൾ ഒരു ഓഫർ വലിച്ചു കയറുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രതികരിച്ച കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതിന്റെ പ്രതികരണം അറിയിച്ചതിന്. അപ്പൊ ആ റീകോൺ ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ അതിന്റെ കൂടെ വേറെ തന്നെ ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.